ചാനലടുത്തുനിന്ന് ബിനുകുമാറല്ലേ? അതെ. ഇത് ശിവസേന എന്നാണേ. ശിവസേന ആരാണ്? ഇത് ആറ്റയം മണ്ഡലം സെക്രട്ടറിയാണ്. മണ്ഡലം സെക്രട്ടറി. പേര് പറയൂ. വിളിച്ചതേ ശിവഗിരിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഇത് നിങ്ങൾ ചെയ്തിരുന്നു. അതെ. ആറ്റയം മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആരാണ്? പേരെന്തുവാണ്? ആറ്റയം മണ്ഡലം പ്രസിഡന്റ് അല്ല, മണ്ഡലം സെക്രട്ടറി. എന്റെ സെക്രട്ടറി പേര് അനിൽകുമാർ. അനിൽകുമാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഇതിലൊക്കെ ഇടപെട്ട ആളാണോ? ആണാണ്. പറയൂ. അപ്പൊ അത് നമ്മളെ വിജേന്ദ്രകുമാറിനെ ഞാൻ പറയാൻ നിങ്ങൾ പരിചയം ഉണ്ടല്ലേ? ഉണ്ടല്ലോ. കാര്യം പറയൂ. അപ്പൊ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോശമാണ്. ഒരു മോശവുമില്ല. മോശമില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ആയിക്കോട്ടെ. മോശമില്ലാന്ന് ഇയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് ചെയ്തു നോക്കണം. ഓക്കെ. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തിരക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് എല്ലാം അറിയാം. അല്ലല്ലല്ല, നമുക്ക് എല്ലാ ബാക്ക്ഗ്രൗണ്ടും അറിയാഞ്ഞിട്ടാണ് നമ്മൾ പുള്ളിയായിട്ട് സഹകരിച്ചത്. ജില്ലയിലെ സ്ഥാനം കൊടുക്കുന്നത്. അത് തന്നെ. ആറ്റിങ്ങ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അനിൽകുമാറിനെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അനിൽകുമാറിനെ വിളിച്ചു നോക്കി. അവിടെ ഈ മോട്ടിച്ച് നിന്ന സ്വാമിമാർക്കെതിരെ അവിടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. തീവ്രവാദ സംഘടന. അത് ഏത് സംഘടന ആവട്ടെ, അത് അതിനേക്കാളും വലിയ തീവ്രവാദ സംഘടനയിലുള്ളവന്മാരല്ലേ ഈ പോറ്റിമാര്. പോറ്റിമാലയാണ് സ്വാമിമാരാണ് ആവശ്യമല്ല. ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇയാളെ ആവശ്യമില്ല. അതായത് നമ്മളെ ജില്ലാ പ്രസിഡന്റിന്റെ പേരിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇയാള് വിവരം അറിയും. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അയാളാണ് ഞാൻ ഇടുന്നുള്ള ഇയാൾ താഴെ പറഞ്ഞു. എനിക്കറിയാം അതാണ് ഇടുന്നത്. അല്ലാതെ ശിവരിയിലുള്ള എന്തൊരു പ്രശ്നം ചോദിച്ചതന്നെ മറുപടി ചോദിക്കും. അവിടെ ഉള്ള ഭീകര സംഘടന നിങ്ങൾ ചിത്രീകരിച്ച് നേരത്തെ ഉണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലോ. ഉണ്ട്. അതാണ് പറഞ്ഞത്. ആരെ പറ്റിയാണെന്നുള്ള ഇയാള് പറയണ്ടല്ലോ, നമുക്കറിയാലോ. കൂടുതൽ സംസാരിക്കണ്ട. എന്റെ കയ്യിലുള്ള തെളിവുകൾ കൂടുതൽ സംസാരിക്കേണ്ട പറയണ്ടെന്ന് പറയുന്നത്. എന്റെ അച്ഛൻ നിന്റെ വീട്ടുകാർ